ഭാരത മണ്ണിൽ വിശ്വാസ ദീപം തെളിയിച്ച വിശുദ്ധ തോമാശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ നാം ആചരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ മിശിഹ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയാണ്. എന്നാൽ 12 പേരിൽ ഒരുവനായ ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഇവരോടൊപ്പം അന്ന് ഉണ്ടായിരുന്നില്ല. അതിനാൽ മറ്റ് ശിഷ്യർ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടും തോമസ് വിശ്വസിക്കുവാൻ കൂട്ടാക്കിയില്ല. തൻ്റെ സ്നേഹനാഥൻ്റെ ദർശന സൗഭാഗ്യം നഷ്ടമായതിൽ ആകുലചിത്തനായ തോമസ് പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികൊണ്ടുള്ള മുറിവുകൾ ഞാൻ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യാതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായപ്പോൾ തോമസിന് തൻ്റെ ആഗ്രഹം നിറവേറ്റുവാനായിട്ട് സാധിച്ചു. ഉദ്ധിതനായ ഈശോയെ നോക്കി തോമസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുവിൻ്റെ വശത്തിലെ മുറിവിൽ കൈയിട്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന തോമസിൻ്റെ ശാഠ്യത്തിന് കർത്താവ് വഴങ്ങുന്നുണ്ടെങ്കിലും തോമസിനോട് സ്നേഹപൂർവ്വം കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, തോമസ്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ് ഈ കാണാതെ വിശ്വസിക്കുന്നവർ? നമുക്കറിയാം, 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം മാനുഷിക രൂപത്തിൽ ശരീരത്തോടു കൂടി അവനെ കാണാതെ അവനാൽ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ അവൻ്റെ അദൃശ്യ സാന്നിധ്യത്തെ മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കുന്നവരാണ് ഈ ഭാഗ്യപ്പെട്ടവർ. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ അദൃശ്യ സാന്നിധ്യത്തെ മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം ഭാഗ്യപ്പെട്ടവരാണ്. എന്നാൽ നമ്മളെല്ലാവരും ഭാഗ്യപ്പെട്ടവരാണോ? ഇന്നും നമ്മിൽ ചിലർ ദൈവത്തിൻ്റെ ഈ അദൃശ്യ സാന്നിധ്യത്തെ മനസ്സിലാക്കാതെ എന്തെങ്കിലും കണ്ട് ബോധ്യം വന്ന് വിശ്വസിക്കുവാനായിട്ട് പരക്കം പായുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളാണ് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് ഒരു പള്ളിയിൽ നിന്നും മറ്റൊരു പള്ളിയിലേക്ക് നെട്ടോട്ടം ഓടുന്നത്. ഏതെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ അങ്ങോട്ടോടും. എന്തിനു വേണ്ടി? എന്തെങ്കിലും കണ്ട് വിശ്വസിക്കുവാനായിട്ട്. എന്നാൽ സ്വന്തം ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യേ വാഴ്ത്തി വിഭജിച്ച് എടുത്തുയർത്തുന്ന തിരുവോസ്തിയിൽ ദൈവത്തെ ദർശിക്കുവാൻ ഇങ്ങനെയുള്ള പലർക്കും സാധിക്കാതെ പോകുന്നു. യേശു പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഓർക്കണം, അത്ഭുതം കണ്ടതുകൊണ്ടല്ല നാം യേശുവിനെ വിശ്വസിക്കേണ്ടത്. കണ്ടതിന് ശേഷം വിശ്വസിക്കുക എന്നത് യുക്തി വൈരുദ്ധ്യമാണ്. വിശ്വസിക്കുക എന്ന് വെച്ചാൽ കാണാത്തതിനെ അംഗീകരിക്കുക എന്നാണ് അർത്ഥം. തത്വജ്ഞാനിയായ കീർക്കഗാഡ് ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഫെയ്ത്ത് ഈസ് എ ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അന്ധകാരത്തിലേക്കുള്ള ഒരെടുത്ത് ചാട്ടമാണ്, കുതിപ്പാണ് വിശ്വാസം. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പുമാണ് വിശ്വാസമെന്ന് നമ്മൾ വേദപഠന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കണം. തന്നിൽ വിശ്വസിക്കുവാനല്ല യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, മറിച്ച് ദൈവമഹത്വം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ് യേശു അത്ഭുതം പ്രവർത്തിച്ചത്. യേശുവിൻ്റെ പ്രലോഭനങ്ങളിലേക്ക് വരിക. യേശു കല്ലുകളെ അപ്പമാക്കുന്നില്ല, മലയിൽ നിന്നും താഴേക്കെടുത്ത് ചാടുന്നില്ല. മരണസമയത്ത് പോലും നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക എന്ന് പറയുമ്പോഴും യേശു അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. അത്ഭുതം കണ്ടതുകൊണ്ടല്ല നാം വിശ്വസിക്കേണ്ടത്. ഇന്ന് വരെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകാനിരിക്കുന്നതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. കുർബാനയിൽ അദൃശ്യനായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശുവിൻ്റെ തിരുവിലാവിൽ തൊട്ട് വിശ്വസിച്ച തോമാശ്ലീഹ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലും ദൈവത്വത്തിലുമുള്ള തോമാശ്ലീഹയുടെ വിശ്വാസം ഈ 2 വാക്കുകൾ കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മുഴുവനും ഈ വാക്കുകളിൽ പ്രകടമാവുകയാണ്.
പിന്നീട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് തൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. വിശ്വാസം എത്ര ആഴമുണ്ടോ വാക്കുകൾ അത്രയും കുറയുമെന്ന് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന പുസ്തകത്തിൽ ബൊനഫർ പറയുന്നു. നാം എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസ പ്രകടനങ്ങൾ കുറഞ്ഞിരിക്കും. നാം എത്രത്തോളം ഭക്തിയിൽ ആഴപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഭക്തി പ്രകടനങ്ങൾ കുറഞ്ഞിരിക്കും. വിശ്വാസമുള്ളിടത്ത് വിശ്വാസ പ്രകടനങ്ങൾ കുറയുന്നു. ആഴമുള്ളിടത്ത് ഓളം കുറയുന്നത് പോലെ ആഴം ഇല്ലാത്തടത്ത് ഓളം കൂടുന്നു. നമ്മളിൽ ചിലർക്കൊക്കെ ഒരു മിഥ്യാധാരണയുണ്ട്, വിശ്വാസം എപ്പോഴും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കേണ്ട ഒന്നാണെന്ന്. നമ്മുടെ പല നല്ല നല്ല പാരമ്പര്യങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ പരിശുദ്ധ കുർബാന എഴുന്നള്ളി വെച്ച് ആരാധിക്കുമ്പോൾ ഏറിയ പങ്കും നമ്മൾ നിശബ്ദരായിരുന്ന് ആരാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ ആരാധനയുടെ പൂർത്തീകരണം സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ കരുതുന്നു. ഓർക്കുക, ആരാധന എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഞാനും എൻ്റെ ഈശോയും നടത്തുന്ന സ്നേഹ സംഭാഷണമാണ്. ഓരോ മനുഷ്യർക്കും ഈശോയോട് സംസാരിക്കാനായിട്ടുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതുകൊണ്ടാണ് പള്ളിയിലിരുന്ന് സംസാരിക്കരുതെന്നും മൊബൈൽ ഫോൺ ഓഫ് ചെയ്യണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നമ്മോട് പറയുക. കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെയൊക്കെ ആവിർഭാവത്തിന് ശേഷം പലപ്പോഴും ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം പല വൈദികരും ധ്യാനം നയിക്കുന്നവരും ആരാധന എഴുന്നള്ളിച്ച് വെച്ചതിനൊപ്പം നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതും ആരാധന നയിക്കുന്നതുമൊക്കെ കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് ഈശോയിലേക്കല്ല, മറിച്ച് വൈദികരിലേക്കാണ്, അല്ലെങ്കിൽ ആ ആരാധന നയിക്കുന്ന വ്യക്തിയിലേക്കാണ്. മറ്റുള്ളവരെ നമ്മിലേക്ക് നയിക്കുന്നതിന് പകരം ഈശോയിലേക്ക് നയിക്കുന്ന മനുഷ്യരാകുക. വീണ്ടും ഈ തിരുനാൾ നമുക്ക് തരുന്ന സന്ദേശം, സുവിശേഷ വേലയ്ക്കായി നമ്മുടെ സമൂഹത്തിലേക്ക് ദൈവം അയക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്നാണ് തോമാസ് ലീഹ അറിയപ്പെടുന്നത്. ഭാരതത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായി യേശുക്രിസ്തുവിനാൽ അയക്കപ്പെട്ട ശിഷ്യനാണ് തോമാസ് ലീഹ. ഈ തോമാസ് ലീഹായോട് ഭാരതത്തിലെ ജനങ്ങൾ രണ്ട് രീതിയിലാണ് പ്രതികരിച്ചത്. ഒരു കൂട്ടർ അവൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവരുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിൽ മാമോദീസ സ്വീകരിച്ച് പുതിയ മനുഷ്യരായി. എന്നാൽ മറ്റൊരു കൂട്ടർ അവരുടെ നിലനിൽപ്പിനും തെറ്റായ ജീവിതശൈലിക്കും തോമാസ് ലീഹ ഭീഷണിയായപ്പോൾ അവനെ ഒരു കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരിക, നമ്മുടെ സമൂഹത്തിലേക്ക്, ഇടവകയിലേക്ക് കർത്താവായ യേശുക്രിസ്തു ഏതെങ്കിലും രൂപതാധ്യക്ഷനിലൂടെയോ സഭാധികാരികളിലൂടെയോ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കുന്നവരാണ് നമ്മുടെ വൈദികർ. ഇങ്ങനെ നമ്മുടെ ഇടവകയിലേക്ക് അയക്കപ്പെടുന്ന വൈദികരോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം എന്താണ്? അവരോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ഒരുപക്ഷെ സിസ്റ്റർ റാണിമരിയെ കുത്തിക്കൊന്നതുപോലെയോ ഫാദർ അരുൾദാസിനെ വെട്ടിക്കൊന്നതുപോലെയോ നമ്മളാരും വൈദികരെ ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ടാവില്ല, കൊല്ലുന്നുണ്ടാവില്ല. എന്നാൽ നമ്മുടെ നാവാകുന്ന കുന്തം കൊണ്ട് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞവരെ മാനസികമായി വേദനിപ്പിക്കാറുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മാർത്തോമാ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുകയും ആ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. എന്താണ് നമ്മുടെയൊക്കെ പാരമ്പര്യം? വൈദികരെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ പാരമ്പര്യം. അതിൻ്റെ അർത്ഥം വൈദികർക്ക് കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഇല്ല എന്നല്ല. ഒരു വൈദികനും സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ളവരല്ല, മറിച്ച് ഓരോ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ആരെ അയച്ചാലും, അത് വൈദികരാവട്ടെ, അൽമായരാവട്ടെ, സിസ്റ്റേഴ്സ് ആവട്ടെ, ആരായാലും അവരെയൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരാവുക. അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കഴിയാവുന്നിടത്തോളം നമുക്കും പൊറുക്കാം. കാരണം തെറ്റ് ചെയ്യാത്തവർ ഈ ലോകത്തിൽ ആരുമില്ല. അടുത്തതായിട്ട് ഈ തിരുനാൾ നമുക്ക് തരുന്ന സന്ദേശം എല്ലാറ്റിനും ഉപരി ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പരിധിയിൽ കൂടുതൽ പാരമ്പര്യത്തിലും റീത്തിലുമൊക്കെ അഭിമാനിക്കുന്നവരാണ് നമ്മളൊക്കെ. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഞാനൊരു സീറോ മലബാറാണ്, മലങ്കരയാണ്, ലത്തീനാണ് എന്നൊക്കെ പറയാനാണ് നമ്മളിൽ പലർക്കും താല്പര്യം. നല്ല പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ്, സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ കുത്തി നോവിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ചേർന്ന കാര്യമല്ല. എന്താണ് നമ്മുടെ പാരമ്പര്യം? എല്ലാറ്റിനുമുപരി എൻ്റെ ഈശോയെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിക്കുവാനും മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പാരമ്പര്യം. ഈ വർഷങ്ങളിലൊക്കെ
ഈശോയേക്കാൾ കൂടുതൽ മറ്റെന്തിനൊക്കെയോ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ഇത്രയും പിളർപ്പും അസമാധാനവും നമ്മുടെ സഭയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്. ഈശോയേക്കാൾ പാരമ്പര്യത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ. ക്രൂശിത രൂപം വേണോ, മാർത്തോമ കുരിശ് വേണോ, ജനാഭിമുഖ കുർബാന വേണോ, അൾത്താരയിലേക്ക് തിരിഞ്ഞുള്ള കുർബാന വേണോ, ഇതിൻ്റെ എല്ലാം ഇടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, പള്ളിയിൽ നിന്നും വൈദികരിൽ നിന്നും അകന്നു പോയ മനുഷ്യൻ. ഒരു പരിധിയിൽ കൂടുതൽ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് ഈശ്വര ചൈതന്യത്തെയാണ്. അനുഷ്ഠാനങ്ങളെക്കാൾ ആത്മാവിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആത്മാവില്ലാത്ത ബലികളും പ്രാർത്ഥനകളുമായി നമ്മുടെ പാരമ്പര്യം മാറിപ്പോകരുത്. ഒരു കഥയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഒരു രാജാവിനൊരു കുതിരയുണ്ടായിരുന്നു, സുന്ദരനായൊരു കുതിര. എല്ലാവരും തൻ്റെ കുതിരയെ കാണണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. അങ്ങനെ രാജാവ് തൻ്റെ കുതിരപ്പുറത്ത് കയറി ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുകയാണ്. കൂടെ തൻ്റെ കുതിരക്കാരനുമുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ കുതിരയെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് രാജാവ് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. എന്നാൽ രാജാവിന് ഉറങ്ങാനായില്ല. കാരണം രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, കുതിരക്കാരൻ ഉറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് തൻ്റെ കുതിരയെ കണ്ടുകൊണ്ടു പോയാലും. അങ്ങനെ കുതിരക്കാരനെ ഉറക്കാതിരിക്കാൻ രാജാവ് ഒരു സൂത്രം കണ്ടുപിടിച്ചു. രാജാവ് ചെന്നിട്ട് കുതിരക്കാരനോട് പറഞ്ഞു, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്തി എന്നോട് പറയണം. രാജാവിനറിയാം കുതിരക്കാരന് അത് സാധിക്കുന്ന കാര്യമല്ല. രാജാവ് സമാധാനത്തോട് പോയി കിടക്കുകയാണ്. തൻ്റെ കുതിരേനെ ആരും കട്ടുകൊണ്ട് പോകത്തില്ല, കാരണം തൻ്റെ കുതിരക്കാരന് ഉറങ്ങാൻ പറ്റത്തില്ല. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് ഞെട്ടി എണീറ്റ് ഇങ്ങനെ ചിന്തിച്ചു, കുതിരക്കാരനെങ്ങാനും എണ്ണിത്തിട്ടപ്പെടുത്തിയാലോ ഈ നക്ഷത്രങ്ങളുടെ എണ്ണം. എന്നാൽ അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ കിടന്നുറങ്ങും, എൻ്റെ കുതിരയെ ആരെങ്കിലും കട്ടുകൊണ്ട് പോകും. ഉടനെ രാജാവ് മറ്റൊരു സൂത്രം പ്രയോഗിച്ചു. രാജാവ് കുതിരക്കാരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തി കഴിയുമ്പോൾ കരിക്കിനകത്ത് എങ്ങനെ വെള്ളം ഉണ്ടായി എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് രാജാവ് സമാധാനത്തോടെ കിടക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ രാജാവ് വീണ്ടും അസ്വസ്ഥനായി. ഈ കരിക്കിനകത്ത് വെള്ളം എങ്ങനെ ഉണ്ടായി എന്ന് ഈ കുതിരക്കാരൻ കണ്ടുപിടിച്ചാൽ അവൻ കിടന്നുറങ്ങും, അപ്പോൾ എൻ്റെ കുതിരയെ ആരെങ്കിലും കട്ടുകൊണ്ട് പോകും. അപ്പോൾ ഉടനെ വേറെ എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിക്കാനായിട്ട് രാജാവ് കുതിരക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കുതിരക്കാരൻ താടിക്ക് കയ്യും കൊടുത്ത് വിഷണ്ണനായിരിക്കുകയാണ്, വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. രാജാവ് അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ എന്താണ് ആലോചിക്കുന്നത്? നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുകയാണോ, അതോ കരിക്കിനകത്ത് എങ്ങനെ വെള്ളമുണ്ടായി എന്ന് ചിന്തിക്കുകയാണ്? അപ്പോൾ കുതിരക്കാരൻ ഇപ്രകാരം മറുപടി പറയുകയാണ്, രാജാവേ, ഇത് രണ്ടുമല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഉറങ്ങാതിരുന്നിട്ടും നമ്മുടെ കുതിരയെ ആരാണ് കട്ടോണ്ട് പോയതെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു പരിധിയിൽ കൂടുതൽ ഈശോയേക്കാൾ റീത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, സമുദായത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ഈശോയെ തന്നെയാണ്. ഓർക്കണം, എല്ലാ റീത്തുകളും പാരമ്പര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ക്രിസ്തുവിലേക്ക് അടുക്കുവാനുള്ള ചൂണ്ടുപലകകൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം കർത്താവ് ആയിരിക്കണം. അനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി ആത്മീയ ചൈതന്യത്തിനും റീത്തുകളെക്കാൾ ഉപരി കർത്താവിനും പ്രാധാന്യം കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് വഴികാട്ടിയായി നമുക്ക് വിശ്വാസം തെളിയിച്ചു തന്ന നമ്മുടെ തോമാശ്ലീഹ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഭാരതനാടിൻ പ്രേഷിത താരാ വിശുദ്ധ തോമാശ്ലീഹ തിരുസവിധത്തിൽ അണയും സുതരിൽ വിശ്വാസദീപം തെളിക്കൂ. വിശുദ്ധ തോമാശ്ലീഹ